ഹൈക്കോടതി ഉത്തരവ് മറികടന്ന സഹകരണ വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി സർക്കാർ ഉത്തരവ്. കേരള ബാങ്കിൽ 24 പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ഇതിൽ 13 പേരിൽ 10 വർഷത്തിൽ താഴെ മാത്രം സർവീസ് ഉള്ളവരാണ്. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. രജീഷ്, കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ എടുത്ത നിലപാട് ചീഫ് സെക്രട്ടറിയോട് ഒരു വിശദീകരണമൊക്കെ തേടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അത് മറികടന്നുകൊണ്ടുള്ള ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു? അനിഷ, നമുക്കറിയാം എല്ലാ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലും ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാർ കാലത്തും അതിനു മുമ്പേ ഉണ്ടായിരുന്ന സർക്കാർ കാലത്തും മുന്നേറ്റ സർക്കാർ കാലത്തും ഒക്കെ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിലൊക്കെ തന്നെ അതിനെതിരെയൊക്കെ കോടതിയിൽ ഇത്തരത്തിൽ അപ്പീൽ നൽകുകയും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് എതിരെയുള്ള വിധി വാങ്ങുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ആ ഉത്തരവൊക്കെ മറികടന്നാണ് സർക്കാർ ഇത്തരത്തിൽ 24 പേരെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. 6/3/2026 ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ 13 പേരും 10 വർഷത്തിന് താഴെ സർവീസ് ഉള്ളവരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 പേരാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 21 പേരും ഡ്രൈവർമാരാണ്. അതായത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തടഞ്ഞാണ്. ഇപ്പോൾ അത് മറികടന്ന് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഇത് കോടതി അലക്ഷ്യമാണടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടി വരും. അനീഷ.